ഇസ്ലാം എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. ഒന്ന്, അള്ളാഹുവിലുള്ള വിശ്വാസവും, രണ്ട്, ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളെയും നിഷേധിക്കലുമാണ്. ഈമാൻ പ്ലസ് കുഫർ, അതിൻ്റെ പേരാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. എന്താ ഈമാനും കുഫർ ഒരുമിക്കോ? ഈമാനും കുഫർ ഒരുമിക്കോ? വിശ്വാസവും അവിശ്വാസം എങ്ങനെ ഒരുമിക്കുക? അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് എന്താ? അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കുന്നു, ബാക്കിയുള്ള ടീമിന് മൊത്തം എന്താക്കും? നമ്മൾ അവിശ്വസിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലേ, രണ്ട് പകുതിയാണ്. എന്താ? ആദ്യത്തെ പകുതിയിൽ എന്താ? നമ്മളെല്ലാറ്റിനെയും നിഷേധിക്കുകയാണ്. രണ്ടാമത്തേലോ അള്ളാഹുവിനെ മാത്രം നമ്മൾ സ്ഥിരപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ഉണ്ടെങ്കിൽ ഒരാളുടെ വിശ്വാസം എന്താവുള്ളൂ? ശരിയാവുകയുള്ളൂ. റഹ്മാനായ റബ്ബ് പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ സമൂഹത്തിലേക്ക് അയച്ചു. എന്തിന്? അനിഅ്ബുദുല്ലാഹ്, അള്ളാഹുവിനെ ആരാധിക്കാൻ. ആരാധിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല. അനിഅ്ബുദുല്ലാഹ് വജ്തനിബുത് ത്വാഗൂത്ത്, എല്ലാവിധ ദുർമൂർത്തികൾ എന്താക്കണം? ഒഴിവാക്കും വേണം. അപ്പോൾ ഒരു ഭാഗത്ത് റബ്ബിനെ അംഗീകരിക്കുന്നതോടൊപ്പം ബാക്കിയുള്ള ടീമിനെ എന്താക്കണം? ഒഴിവാക്കുമ്പോഴേ ഒരാളുടെ ഇസ്ലാം പരിപൂർണമാവുക. രണ്ട് ഏരിയകളും കൃത്യമായി കൊണ്ട് പാലിക്കപ്പെടുന്നവനെ ഒരു മുസ്ലിം എന്ന് പറയാൻ പാടുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ